നമസ്കാരം. ടാരോട്ട് ഇൻസൈറ്റ് ജേർണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സൺ സോഡിയാക് സൈനിൽ പൈസസ്, ക്യാൻസർ, സ്കോർപിയോ ഈ 3 നാളുകാരുടെ റീഡിംഗ് ആണ് എടുക്കുന്നത്. ഈ നാളുകാരുടെ പൊതുവായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വളരെ നവോന്മേഷത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള വ്യക്തികളാണ് ഇവർ എന്ന് പറയാം. ആകർഷകമായ വ്യക്തിത്വമായിരിക്കും ഇവർ. മിസ്റ്റീരിയസ് പേഴ്സൺ എന്ന് പറയാം. അതായത് കാര്യങ്ങൾ എപ്പോഴും തുറന്നു പറച്ചിലുകൾ ഉണ്ടാകില്ല. എന്ത് കാര്യവും അവരുടേതായ ഒരു രഹസ്യം അവർ സൂക്ഷിച്ചുകൊണ്ടേ ഇരിക്കും. കൂടാതെ സെൻസിറ്റീവായ പേഴ്സൺസ് ആണ്. പെട്ടെന്ന് സങ്കടവും ഉണ്ടാകും. ഇമോഷൻസ് കൂടുതലായിരിക്കും. ദേഷ്യവും സങ്കടവും ഉള്ള കാര്യങ്ങൾ, ഇമോഷൻസ് വളരെ കൂടുതലുള്ള വ്യക്തികളാണ് ഇവർ. ഇവരുടെ റീഡിംഗ് ആണ് നോക്കുന്നത്. ആദ്യത്തെ കാരിയർ 6 of Pentacles, money, Queen of Wands, love and relation, Tower, health, the High Priestess. ഔട്ട്കം നോക്കിയപ്പോൾ 9 of Wands എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ കരിയറിൽ നോക്കുമ്പോൾ 9 of Pentacles എന്ന കാർഡിൽ ഒരു റെക്കഗ്നേഷൻ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് വരുന്നു എന്ന് കാണുന്നു. അതായത് മറ്റുള്ളവർ നിങ്ങൾ ചെയ്ത പ്രവർത്തികളെ അംഗീകരിച്ചുകൊണ്ട് കാര്യങ്ങളാണ് ഈ മാസം നിങ്ങൾക്ക് വരുവാൻ പോകുന്നത്. കൂടാതെ മറ്റുള്ളവരുടെ സപ്പോർട്ടും കരിയറിൽ കൂടുതൽ അവസരങ്ങളും നിങ്ങൾക്ക് വരുന്നു. ഫൈനാൻഷ്യൽ സപ്പോർട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുവാൻ പോകുന്നു എന്ന് കാണുന്നു. കൂടാതെ നിങ്ങൾ ചെയ്ത കോൺട്രിബ്യൂഷൻസിനെ മറ്റുള്ളവർ അംഗീകരിച്ചുകൊണ്ട് അതിന് ഒരു നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് ഇനി കിട്ടുവാൻ പോകുന്നത്. കുട്ടികൾക്ക് അവരുടെ പഠനത്തിൽ ഉന്നത വിജയം കൈവരിക്കുവാൻ സാധിക്കുമെന്നും കൂടുതൽ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ആണ് പറയാനുള്ളത്. മണിയിൽ പറയാനുള്ളത് നിങ്ങൾക്ക് ഫൈനാൻസിൽ നല്ലൊരു ഡിസിഷൻ എടുക്കുവാൻ സാധിക്കും എന്ന് പറയാം. സാമ്പത്തിക നിലവാരം കൂട്ടുവാനും സാധിക്കും. നിങ്ങൾ സ്മാർട്ടായ ഡിസിഷൻസ് സാമ്പത്തികത്തിൽ എടുക്കുകയും ചിലവുകളെ നിയന്ത്രിക്കാനും സമ്പാദ്യം കൂട്ടുവാനും ശ്രമിക്കും. സ്റ്റേബിൾ ആക്കാൻ നിങ്ങൾ ശ്രമിക്കും എന്ന് കാണാം. ലവ് ആൻഡ് റിലേഷൻഷിപ്പിൽ ടവർ എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. ഇത് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ്റെ കാർഡാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ വിവാഹമോചനമോ മറ്റു കാര്യങ്ങളോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നോ അല്ലെങ്കിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. റിലേഷൻഷിപ്പിൽ തിരിച്ചടികളാണ് ഇപ്പോൾ കൂടുതലായി കാണുന്നത്. ഒരു വിനാശകാലത്തിൻ്റെ കാര്യമാണ് ഇവിടെ കാണുന്നത്. ആ ഒരു വേദനയിൽ നിന്നും ഉണർവിനുള്ള കാലമാണ് ഇനി വരുവാൻ പോകുന്നത്. ജീവിതം താറുമാറായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഉയർച്ചയിലേക്കുള്ള ഒരു ജീവിതമായി ഇനി മാറുമെന്ന് പറയുവാൻ സാധിക്കും. ഹെൽത്തിൽ വന്നിരിക്കുന്നത് ഹൈ പ്രീസ്റ്റസ് എന്ന കാർഡാണ്. ഹെൽത്തിൽ ഇപ്പോൾ ഗുഡ് കണ്ടീഷൻ ആണെന്ന് പറയുവാൻ സാധിക്കും. ഇനി നിങ്ങൾ അസുഖമുള്ള അവസ്ഥയിലാണെങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാകും. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ, യോഗ ഈ വക കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഉണർവോടുകൂടി ഹെൽത്തിന് ഇമ്പ്രൂവ് ചെയ്യുവാൻ സാധിക്കും. ഇനി ഒരു ഔട്ട്കം ചോദിച്ചപ്പോൾ 9 of Wands എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങളുടെ പോരാട്ടങ്ങളിൽ നിന്നുള്ള ഒരു വിജയമാണ് എന്ന് പറയാം. പല കാര്യങ്ങളിലും നിങ്ങൾ പോരാടിക്കൊണ്ട് നിൽക്കുകയാണ്. അതിൽ നിന്ന് ഒരു മുറിവേറ്റ വ്യക്തിയായിക്കൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഒരു വിജയത്തിൽ വേണ്ടിയാണ്. ഇനിയും എന്ത് വന്നാലും ദൃഢനിശ്ചയത്തോടുകൂടി നേരിടുവാൻ നിങ്ങൾക്ക് ശക്തിയുണ്ട് എന്ന് കാണാം. നിങ്ങൾ സ്ഥിരം ഉത്സാഹമുള്ള ഒരു വ്യക്തിയാണെന്നും നിങ്ങളുടെ മനസാന്നിധ്യം കൊണ്ട് ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നും നിങ്ങളുടെ തടസ്സങ്ങൾ മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നും പറയാൻ പറ്റും. ഇനി കുറച്ച് മെസ്സേജസ് എടുക്കാം. 15 എന്ന നമ്പറാണ് വന്നത്. 15 നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങളിൽ വരും എന്ന് പറയാം. 777 എന്ന ഏഞ്ചൽ നമ്പറാണ് വന്നത്. ഇതൊരു ലക്കിൻ്റെ നമ്പറാണ്. കൂടാതെ കാര്യങ്ങൾ നല്ല വിധത്തിൽ വണ്ടർഫുള്ളായി ജീവിതത്തിൽ സംഭവങ്ങൾ വരും എന്നും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുമെന്നും കാണുന്നു. സാഗിറ്റേറിയസ് എന്ന് പറഞ്ഞ നാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു എന്ന് കാണാം. ഇത് കാണുന്നത് ഒരു ലീഫിൻ്റെ ചിത്രമാണ്.
ഇത് നിങ്ങളുടെ ഹീലിങ്ങിനുള്ളതും ഗ്രോത്തിനുള്ള ലീഫാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങളെ ആണ് കാണുവാൻ സാധിക്കുന്നത്. നന്ദി, നമസ്കാരം.